നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ എയിംസ് സ്വപ്നങ്ങൾ വീണ്ടും അസ്തമിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പഴി മുഴുവൻ സുരേഷ് ഗോപി എംപിയുടെ തലയിൽ വരികയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിന് എയിംസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഔദാര്യമല്ല, മറിച്ച് അവകാശമാണെന്ന് തീർത്തും പറയാം. കോവിഡ് കേസുകൾ ഇന്ത്യയിൽ ആദ്യ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ കൊച്ചു കേരളത്തിലാണ്. നിപ്പ, ഡങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി, H1N1, ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ്, മലമ്പനി, കുരങ്ങുപനി, അമീബിക് മസ്തിഷ്ക ജ്വരം, വെസ്റ്റ് നൈൽ പനി, കോളറ തുടങ്ങി നിരവധി സാംക്രമിക രോഗങ്ങൾ അനുദിനം കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥ, ജനസാന്ദ്രത ഇവയെല്ലാം കണക്കിലെടുത്ത് ആരോഗ്യ മേഖലയിൽ ഗവേഷണങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുവാൻ കേരളത്തിൽ എയിംസ് കൂടിയേ തീരൂ. അത് രാജ്യത്തിലെ ആരോഗ്യരംഗത്തിനും ഗുണകരമാകും. ഒരിക്കൽ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗങ്ങൾ വീണ്ടും തലപൊക്കുന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് ആധുനിക സംവിധാനങ്ങളും മികച്ച ആരോഗ്യ വിദഗ്ധരും ഗവേഷണങ്ങളും നടത്തുവാൻ എയിംസ് സംവിധാനം വഴിയൊരുക്കും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ എയിംസ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയിംസ് എന്നത് ഒരു മെഡിക്കൽ കോളേജോ ഒരു ആശുപത്രി സമുച്ചയമോ എന്നതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ കൂടിച്ചേരുന്ന ഒന്നാണ്. വിദഗ്ധ ചികിത്സകൾ ഇവിടെ നാട്ടുകാർക്ക് സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. ലോകോത്തര നിലവാരത്തിലുള്ള ഗവേഷണ സൗകര്യം, പ്രഗത്ഭരായ ഡോക്ടർമാർക്കുള്ള പരിശീലനം, ബ്രെയിൻ ബയോ ബാങ്കുകൾ, 750 കിടക്കകളുള്ള ആശുപത്രി, 20 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, 200ഓളം MBBS സീറ്റുകൾ, വലിയ സൗകര്യങ്ങളുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഇവയെല്ലാം ഈ എയിംസ് സംവിധാനത്തിൽ ഉൾപ്പെടുന്നതാണ്. 2014 ആദ്യമായി കേരളത്തിന് എയിംസ് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. പിന്നീട് ഇത് കേന്ദ്രം വിഴുങ്ങി. 2014 ശേഷം ഇന്ത്യയിൽ 5 ഇടത്ത് പുതിയ എയിംസ് വരികയും ചെയ്തു. തിരുവനന്തപുരം, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് എന്നിവിടങ്ങളിൽ എയിംസിനായി ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇതിൽ ഒരു സമവായം കണ്ടെത്തണം എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഇതുവരെയുള്ള നിലപാട്. പിന്നീട് കോഴിക്കോട് കിനാലൂരിൽ 252 ഏക്കർ സ്ഥലമുണ്ടെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തു. 2022 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് എയിംസ് അനുവദിക്കാമെന്ന് ഒരു ശുപാർശയും നൽകിയിരുന്നു. പിന്നീട് ഒന്നും നടന്നതുമില്ല. കേരളത്തിൽ എയിംസിനായി എല്ലാ യോഗ്യതകളുമുള്ള സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ എന്താണ് നടക്കുന്നത് എന്ന ഉള്ളുകളികളെപ്പറ്റി ആർക്കും ഒരു വിവരവും ലഭിക്കുന്നതുമില്ല. എയിംസ് വന്നാൽ കേരളത്തിലെ കൊടും ചൂടും മഴയും പകർച്ചവ്യാധികളെ എങ്ങനെ ഇത്രയും ഭീകരാവസ്ഥയിൽ എത്തിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. അപൂർവ രോഗങ്ങൾ ചികിത്സിക്കുവാനുള്ള സംവിധാനവും ഗവേഷണങ്ങളും ഉണ്ടാകും. ഫലപ്രദമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള നേതൃത്വം നൽകുവാനും എയിംസ് സഹായകരമാകും. ഈ ഒരു വിഷയത്തിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. ശ്രീമാൻ സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് വലിയ പ്രതീക്ഷകൾക്ക് വക നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ എയിംസ് അനുവദിക്കപ്പെട്ടാൽ അതിൻ്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നതിൽ അസൂയ പൂണ്ട സ്വന്തം പാർട്ടിക്കാരും അതുപോലെ മറ്റു പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കളും ഇത് വരാതിരിക്കുവാൻ ചരടുവലികൾ നടത്തിയെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചർച്ചകൾ. ഇതിന്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെങ്കിലും കേരളത്തിനോട് കേന്ദ്രത്തിൽ നിന്നും നിലനിൽക്കുന്ന അവഗണന കാണുമ്പോൾ കേരളം ഇന്ത്യയിലല്ലേ എന്നുപോലും തോന്നിപ്പോകും. ഇനിയും ബഡ്ജറ്റുകൾ വർഷാവർഷം വന്നുകൊണ്ടിരിക്കും. അതിലെല്ലാം പതിവ് പോലെ കേരളം എയിംസിനായി മുറവിളി കൂട്ടുകയും ചെയ്യും. ഇത് രാഷ്ട്രീയത്തിനുപരി നയതന്ത്രപരമായി നീക്കുപോക്കുകൾ നടത്തിയാലേ കേരളത്തിന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഒറ്റക്കെട്ടായ പ്രവർത്തനവും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപാടുകളും നടത്തണം. കേരളത്തിന്റെ എയിംസ് സ്വപ്നങ്ങൾ സമീപഭാവിയിൽ പൂവണിയും എന്ന ശുഭപ്രതീക്ഷ മാത്രം വെച്ചു പുലർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.